ഹലോ എവ്രിവൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം തിങ്കളാഴ്ചയാണ്, ശിവഭഗവാന്റെ പ്രിയപ്പെട്ട ദിവസമാണ്. ആൻഡ് ഓഗസ്റ്റ് മന്തിലെ തിങ്കളാഴ്ചകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശിവഭഗവാൻ ഏറെ പ്രാർത്ഥിക്കുക. ഓൾറെഡി ശിവഭഗവാൻ ബ്ലെസ്സിങ്സ് ഞാൻ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കുക കണ്ടിട്ടില്ലെങ്കിൽ. ആൻഡ് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ടുഡേയ്സ് റീഡിംഗ്. ഇന്നത്തെ ദിവസം പ്രേക്ഷകർക്ക് കാമിക് ബാലൻസ് കൊണ്ടുവരേണ്ട ദിവസമാണ്. ഓക്കെ, ജഡ്ജ്മെൻറ്റ് കാർഡാണ് വന്നത്. 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ് ആൻഡ് ക്യൂൻ ഓഫ് കപ്സ് ആണ്. പ്രേക്ഷകരുടെ ഇൻറ്റ്യൂഷൻ പറഞ്ഞു തരുന്നതാണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട. പല പ്രേക്ഷകർക്കും അവരുടെ പഴയകാല, ദാറ്റ് ഈസ് ഇതുവരെ നിങ്ങൾ ചെയ്ത് കൂട്ടിയ പല കാര്യങ്ങൾ, അതിൽ ചിലത് കാമിക് ഇംബാലൻസസ് ഉണ്ടാകും. അത് നേരെയാക്കാനുള്ള ചാൻസസ് ഇന്നത്തെ ദിവസം ലഭിക്കുന്നതാണ്. ചില പ്രേക്ഷകരുടെ വെയിറ്റിംഗ് പീരീഡ് നടക്കുകയായിരുന്നെങ്കിൽ, ദാറ്റ് ഈസ് നിങ്ങൾ ഏറെ കാര്യങ്ങൾ ചെയ്തു പക്ഷെ അതിനുള്ള ഒരു റിവാർഡ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ കർമ്മ ബാലൻസ് ചെയ്തു പോകുക ഇന്നത്തെ ദിവസം. ഏതൊരു രീതിയിലും കാമിക് ഇൻ്റർഫിയറൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്ലാൻഡർ ആകാം, ഗോസിപ്പ് ആകാം, നിങ്ങളുടെ ജോലിയിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നതാകാം. അതൊക്കെ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നവർക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ് ഇന്നത്തെ ദിവസം. ഓക്കെ, സോ ബിക്കോസ് കാമിക് ബാലൻസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ആൻസസ്ട്രൽ ബ്ലെസ്സിങ്സ് വരുന്നുണ്ട് ഇന്നത്തെ ദിവസം. ഓക്കെ, സോ ചില പ്രേക്ഷകർക്ക് അവരുടെ സ്വപ്നത്തിൽ അവരുടെ ആൻസസ്റ്റേഴ്സ് എന്ന് വരുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ആൻസസ്ട്രൽ മെസ്സേജസ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ആൻസസ്ട്രൽ പൂജകൾ പ്രേക്ഷകർ ഇന്നത്തെ ദിവസം ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെയധികം ബ്ലെസ്സിങ്സ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതാണ്. കിങ് ഓഫ് വാൻസ് ആൻഡ് 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ് പറയുന്നത്. പ്രേക്ഷകരോട് പറയുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ സമ്പാദ്യം, ഓക്കെ, അത് ഇൻവെസ്റ്റ്മെൻ്റ് ആകാം, ജോലിയാകാം, പണം, നിങ്ങളുടെ സേവിങ്സ്, അതിൽ ഏറെ ശ്രദ്ധിക്കൂ. സേവിങ്സ് കൂട്ടാൻ അല്ലെങ്കിൽ പണവർദ്ധനവത്തിന് കാര്യങ്ങൾ ചെയ്യൂ എന്നാണ് പറയുന്നത്. ഇന്നത്തെ ദിവസം ജസ്റ്റിസ്, ന്യായമാണ് ലഭിക്കുന്നത്. സോ ഓൾറെഡി ഞാൻ പറഞ്ഞു, കാമിക് ബാലൻസ് ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, പ്രേക്ഷകർക്ക് ജസ്റ്റിസ് ലഭിക്കുന്നുണ്ട്. ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ സ്റ്റക്കായി കിടക്കുകയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് കോൺട്രാക്ട്സ് സ്റ്റക്കായി കിടക്കുകയായിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ആ പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ചോയ്സസ് അവൈലബിൾ ആണ്. ചില പ്രേക്ഷകർക്ക് 2 ചോയ്സ് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഏത് ചോയ്സ് ആണോ നല്ലത് അത് എടുക്കാവുന്നതാണ്. ഏറെ ഓപ്പർച്യൂണിറ്റീസ് ചില പ്രേക്ഷകർക്ക് വരാം. ഓക്കെ, കൊലാബറേഷൻ വരാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ തന്നെ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സോ ഇവിടെ എഗെയിൻ ക്വീൻ ഓഫ് കപ്സ് ആൻഡ് ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത്. സോ ഹൈ പ്രീസ്റ്റസ് എനർജി പറയുന്നത് പ്രേക്ഷകരുടെ ഉള്ളിൽ തന്നെ, ദാറ്റ് ഈസ് പ്രേക്ഷകർ ഒന്ന് 5 മിനിറ്റ് ഒരു നോയ്സ് ഇല്ലാതെ ഒരിടത്ത് ഇരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി പ്രേക്ഷകരുടെ പ്രശ്നത്തിനുള്ള പരിഹാരം ലഭിക്കുന്നതാണ്. അത് ചിലർക്ക് മന്ത്രങ്ങളാണ് ലഭിക്കാൻ പോകുന്നത്, ചിലർക്ക് വഴികളാണ് ലഭിക്കാൻ പോകുന്നത്. ഓക്കെ, സോ അത് യൂസ് ചെയ്യൂ, എന്നിട്ട് ഡിസിഷൻ എടുക്കൂ എന്നാണ് പറയുന്നത്. ചില പ്രേക്ഷകർക്ക് കൺഫ്യൂഷൻ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് ഇന്നത്തെ ദിവസം. ഓക്കെ, സോ ഓവറോൾ റീഡിങ്ങിൽ നല്ല ദിവസമാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ചിലർക്കെന്ന് പറയുന്നത്, ബിക്കോസ് മുഴുവൻ റീഡിങ് എല്ലാവർക്കും റെസനേറ്റ് ആകില്ല. ഇത് ജനറൽ റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ്, ഈവൻ മന്ത്ലി റീഡിങ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പേഴ്സണൽ റീഡിംഗ് ആൻഡ് ഹീലിങ്സിന് വേണ്ടി ബുക്ക് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. സേൽസ് ടീമിൻ്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ഓക്കെ, സോ കൺഫ്യൂഷൻ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് മാറ്റാൻ വേണ്ടി പ്രേക്ഷകർക്ക് ഓം സോം സോമായ നമഃ, ഓം സോം സോമായ നമഃ എന്ന മന്ത്രം ചൊല്ലാവുന്നതാണ്. ഇന്നത്തെ ദിവസം പ്രേക്ഷകർക്ക് ലക്ക് ഏറെ ലഭിക്കുന്നതാണ്. സൺ കാർഡ് ലക്കാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ യെല്ലോ കളർ ഡ്രസ്സ് അല്ലെങ്കിൽ യെല്ലോ കളർ തുണി കയ്യിൽ വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, പ്രേക്ഷകരോട് പറയുന്നത് മൈൻഡ് വളരെ പ്യുവർ ആക്കിയിട്ട് വെക്കൂ. ആർക്കെതിരെയും ഒരു തെറ്റായ കാര്യം ആലോചിക്കാനോ പറയാനോ പാടില്ല. ദാറ്റ് ഈസ് കേഴ്സസ് പാടില്ല. 5 ഓഫ് സ്വേർഡ്സ് ആൻഡ് ഏസ് ഓഫ് കപ്സ് ആണ് വന്നത്. ഏതൊക്കെ പ്രേക്ഷകർക്ക് ഏറെ ലോൺലിനെസ് തോന്നുന്നുണ്ട്,
അബാൻഡൻമെൻറ്റ്, ദാറ്റ് ഈസ് ആരും ഇല്ല കൂടെ എന്നുള്ളൊരു തോന്നലുണ്ടോ, അവിടെ നിങ്ങൾക്ക് ഒരു സംതൃപ്തി വരുന്നുണ്ട്. മൈറ്റ് ബി ഒരാൾ നിങ്ങളെ വിളിച്ച് സംസാരിക്കുന്നതാകാം, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ ഒരു ദിവസം എങ്ങനെ പോയി എന്നറിയാൻ നിങ്ങളോട് സംസാരിച്ചെന്ന് വരാം. ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരാളുടെ വരവാകാം, ഒരു കോൾ ആകാം, ടെക്സ്റ്റ് ആകാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാകുന്നതാണ്. പ്രേക്ഷകരോട് പറയുന്നത്, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അവസരം ലഭിക്കുന്നുണ്ടെങ്കിൽ പഠിക്കൂ. ഓക്കെ, അത് അവോയ്ഡ് ചെയ്യാതിരിക്കൂ. സ്പിരിച്വലി ഏറെ അവേക്കൻ ചെയ്യേണ്ട സമയമാണ്. പ്രേക്ഷകരുടെ ഓൾറെഡി സ്പിരിച്വൽ അവേക്കനിങ് തുടങ്ങിക്കഴിഞ്ഞതാണ്. ഓക്കെ, സോ പല കാര്യങ്ങൾ മാറ്റേണ്ടി വരാം. ഓക്കെ, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വരാം. സോ അതിന് തയ്യാറെടുക്കൂ എന്നതാണ് പറയുന്നത്. അഡ്വൈസ് എന്താണ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? അഡ്വൈസ് ആണ്, പ്രേക്ഷകർ എന്ത് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു അതിന് ഉറപ്പിച്ചു നിൽക്കുക. മറ്റാൾക്കാരുടെ കാര്യങ്ങളിൽ അധികം സ്വന്തം സമയം ചെലവാക്കാതിരിക്കുക. ഓക്കെ, റിക്കഗ്നിഷൻ ആൻഡ് റിവാർഡ് ഏറ്റുവാങ്ങാനുള്ള കാര്യങ്ങൾ ചെയ്യൂ. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ, പ്രേക്ഷകരുടെ ലൈഫിൽ പ്രേക്ഷകർക്ക് ഏറെ ഇമ്പോർട്ടൻ്റ് എന്താണ്, ഓക്കെ, അത് ചെയ്യൂ. മറ്റാൾക്കാരുടെ റിക്കഗ്നിഷന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെരിറ്റി ആണ് വരുന്നത്. അതിനെങ്ങനെയൊക്കെ നിങ്ങൾക്ക് ലൈഫിൽ കൂട്ടാൻ പറ്റും അതിനുള്ള കാര്യങ്ങൾ ചെയ്യൂ. വാട്ടർ വർക്ക് ചെയ്യൂ എന്നു പറയുന്നുണ്ട്. പ്രേക്ഷകർക്ക് വീട്ടിൽ ഫൗണ്ടൻ കൊണ്ടുവന്ന് വെക്കാം. ഓക്കെ, വാട്ടർ ഫൗണ്ടൻ വെക്കാവുന്നതാണ്, വളരെ നല്ലതാണ്. നോട്ട് സെക്ഷനിൽ വെക്കുക. ആൻഡ് പ്രേക്ഷകരുടെ വിഷസ് എന്താണ് അത് ഇൻറ്റൻഷൻ വെച്ച് പ്രവർത്തിക്കൂ. വിഷസ് എന്താണ്, ആ വിഷസ് മനസ്സിൽ പറയൂ, ആൻഡ് ദെൻ അതിനുള്ള കാര്യങ്ങൾ ചെയ്യൂ എന്നാണ് ഇവിടെ പറയുന്നത്. ആഫർമേഷൻസ് ആണ്, വെൻ ഐ അലൗ അതേഴ്സ് ടു സപ്പോർട്ട് മീ, ഐ സപ്പോർട്ട് ദെം ടു. പ്രേക്ഷകരോട് പറയുന്നത്, ബി ഓപ്പൺ ടു റിസീവ്. ഓക്കെ, പ്രേക്ഷകർക്ക് ഏറെ ആൾക്കാർ സഹായം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, സോ ആ സഹായത്തെ അംഗീകരിക്കൂ. ആസ് വെൽ നിങ്ങൾക്കും സഹായം ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ സപ്പോർട്ട് ആഗ്രഹിക്കൂ ആൻഡ് സപ്പോർട്ട് കൊടുക്കൂ. ഓക്കെ, സോ ഐ ക്യാൻ സപ്പോർട്ട് വെൻ സമ്മൺ സപ്പോർട്ട് മീ എന്നും പറയാവുന്നതാണ്. ഐ ക്യാൻ ചേഞ്ച് മൈ പാറ്റേൺസ് വെൻ ഐ ചേഞ്ച് മൈ മൈൻഡ് അബൌട്ട് ദെം. ഓക്കെ, സോ ഇവിടെ പ്രേക്ഷകരോട് പറയുന്നത്, പ്രേക്ഷകരുടെ ഒരു സെറ്റ് ഓഫ് പാറ്റേൺസ് ഉണ്ട്. ആ പാറ്റേൺസ് ചേഞ്ച് ചെയ്യൂ. സോ ദാറ്റ് പ്രേക്ഷകരുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആകുന്നതാണ്. ഓക്കെ, സോ മൈൻഡ് എവിടെയോ മൈൻഡിൽ പല പാറ്റേൺസ് ഒരേ രീതിയിലാണ് നടക്കുന്നത്. അതിനെ ആയത് സബ് കോൺഷ്യസ് സബ്ലിമൽ കേൾക്കുക, അല്ലെങ്കിൽ കണ്ടിന്യൂസ് അഫർമേഷൻ പറയുക ആൻഡ് ചേഞ്ച് ചെയ്യുക. ദ കീ ടു ഗെറ്റിംഗ് വാട്ട് ഐ വാണ്ട് ഈസ് ടു ആസ്ക് ഫോർ ഇറ്റ്. എന്താണോ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് അത് ചോദിക്കൂ. യൂണിവേഴ്സിനോട് ചോദിക്കൂ, ദൈവത്തിനോട് ചോദിക്കൂ, നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സോട് ചോദിക്കൂ. പ്രേക്ഷകർ ഒരു പേപ്പറിൽ വിഷസ് എഴുതുന്നത് അത് ഡയറക്റ്റ് കോൺവെർസേഷൻ ആണ് വിത്ത് ദി യൂണിവേഴ്സ്. സോ നിങ്ങൾ ഡയറക്റ്റ്ലി യൂണിവേഴ്സിനോട് ചോദിക്കുന്നതാണ്. അങ്ങനെയും പ്രേക്ഷകർക്ക് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് ഇന്നത്തെ ദിവസം. ഐ ഹോപ്പ് പ്രേക്ഷകർക്ക് ഇത് നല്ലൊരു ഗൈഡൻസ് ആകട്ടെ. റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകരുണ്ട് ആൻഡ് എൻ്റെ ചാനൽ ഡെയിലി കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ലേറ്റർ.